ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പതിവ് പോലെ വീട്ടിൽ നിന്നൊന്നുമല്ല തുടങ്ങിയേക്കണം. ഞങ്ങൾ നേരെ അന്ന് ഞാനും ടീനയും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ടീനക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മട്ടാഞ്ചേരിയിലെ ഈ ഒരു സ്പെഷ്യൽ ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ കടയും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം. ഹലോ, അപ്പൊ ഞങ്ങൾ മട്ടാഞ്ചേരിയിലുള്ള കായ്സിന്റെ ബിരിയാണി കടയിലാണ് വന്നേക്കണത്. അതിപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിൽ കഴിഞ്ഞിട്ട് വന്നേക്കണേനു. അതായത് ഒരു 10-13 വർഷമായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ടൈമിൽ വന്നാണ്. ആ ടൈമിൽ വന്നപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ പാസ് ചെയ്തപ്പോഴേക്കും ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ കേറിയിട്ടുണ്ടായിരുന്നു. കേറിയിട്ട് നിരാശയോടെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. അപ്പൊ അപ്പൊ ഇന്ന് ഞങ്ങൾ ഒന്ന് ഫോട്ടോ വെച്ചേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നായിരുന്നു. പറഞ്ഞോളൂ, തേവരയില് ഒന്ന് പള്ളിക്ക് ഇറങ്ങുമായിരുന്നു. അതേപോലെ തന്നെ ഫോട്ടോ വെച്ചേക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിലെ കൂടി നേരത്തെ പാസ് ചെയ്ത് പോയി. അപ്പൊ സോണി പറഞ്ഞ് കേറാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, പിള്ളേര് ഇല്ലല്ലോ. അപ്പൊ പിന്നെ സോണി അതേപോലെ പിന്നെയും കറങ്ങി തന്നെ എന്തോ. അപ്പൊ സോണി പറഞ്ഞപ്പോ ഇതിലെ കൂടി തന്നെ പിന്നെയും കറങ്ങി വന്നു. അപ്പൊ സോണി പറഞ്ഞ നമുക്ക് നല്ല നൈസായിട്ടൊന്ന് കേറി കഴിക്കാം, തിരക്കുണ്ടായിന്ന് നോക്കാം. ഞങ്ങൾ ഇവിടെ ഒന്നും വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിലെ കൂടി പോയാലാണ്ട് ഞങ്ങൾ ഇതുവരെ ഇത് കയറിയിട്ടില്ലത് കഴിഞ്ഞിട്ട്. അതുപോലെ പിന്നെ പിള്ളേരെ കൂടി വണ്ടിക്കായത് കാരണം, ബൈക്കിനായത് കാരണം രണ്ടുപേരല്ലാണ്ട് പിന്നെ പോരാൻ പറ്റില്ല. പിന്നെ അതൊരു ചെറിയ വഴിയുമാണ്. അപ്പൊ ഭയങ്കര തിരക്കുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇതാ ഞങ്ങളുടെ മുമ്പിലേക്ക് അച്ചാറ്, എനിക്കറിയാൻ പാടില്ല, പപ്പടം, പിന്നെന്താ ഞങ്ങൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ഉണ്ട്. മട്ടൻ ബിരിയാണി മട്ടൻ എനിക്ക് അത്ര കാര്യമില്ലാത്തതാണ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പൊ സോണിക്ക് മട്ടൻ ഇഷ്ടമാണ്. അപ്പൊ ഞാനും ചിക്കൻ എടുത്തേക്കണം. സോണി പറഞ്ഞു അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ മുമ്പില് കായ്സിന്റെ അടിപൊളി ബിരിയാണി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അതൊന്ന് കഴിക്കണം. കഴിച്ച് പിന്നെ ടേസ്റ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല, സൂപ്പർ ആണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അതിനു മുമ്പ് ഒന്ന് ഉഷാറായിട്ടൊന്ന് മുടിയൊക്കെ കെട്ടിയിട്ട് നോക്കാം, എന്നിട്ട് ഒരു നോക്കാം. ചിക്കൻ ബിരിയാണി ഫ്രണ്ടില് ഇരിക്കുന്നു. കഴിക്കുന്നില്ല, ഇടുന്നു. ഇട്ടിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും കേട്ടല്ല. അഭിപ്രായം പ്രത്യേകിച്ച് പറയാനൊന്നും അടിപൊളിയായിരിക്കും. അന്നേരം നിങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്റെ ഒരു സന്തോഷത്തിന് അപ്പൊ കഴിഞ്ഞിട്ട്. അപ്പോൾ കായ്സിൻ്റെ കടയിൽ വന്ന് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കണം. ടീന ചിക്കൻ ബിരിയാണി പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുതരാം. കായ്സിൻ്റെ അറിയാലോ, മട്ടാഞ്ചേരിയിലെ ഏറ്റവും ഫേമസ് കടകളിലൊന്നാണ്. അപ്പോൾ കൂടെ തന്നേക്കണത് പപ്പടം, സള്ളാസ്, അച്ചാറ്, പിന്നെ എന്തോ ഒരു ചമ്മന്തി എന്തോ സംഭവിക്കാന്നോ. ഭാവമാവൊന്നും പറയണമെന്നില്ല, സംഭവം സൂപ്പറാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പൊ കഴിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മട്ടാഞ്ചേരിയിലേക്ക് കായ്സൽ, മട്ടാഞ്ചേരി മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഓക്കെ, ബാക്കി എന്തെങ്കിലും എനിക്ക് അറിയാൻ പാടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോണി പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കഴിക്കട്ടെ കേട്ടാ. ചിക്കൻ ബിരിയാണി നോക്കട്ടെ എങ്ങനെ ടേസ്റ്റ് ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പീസൊക്കെ നോക്കിയിട്ടുണ്ടോ? നല്ല സെറ്റപ്പായിട്ട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ള ഒരു ഫുഡാണ്. കായ്സിന്റെ മട്ടാഞ്ചേരിയിൽ വന്ന ചോദിച്ചാലും അറിയാൻ പറ്റും, കൃത്യമായിട്ട് ഇറക്കി തരും കായ്സ് എന്നുള്ള ബിരിയാണിയുടെ പേര് വയ്ക്കണമെന്നാണ്. പിന്നെ വേറൊരു ഷോപ്പുള്ളതെന്ന് വെച്ചാൽ പള്ളിമുക്ക് ലക്ഷ്മി ഹോസ്പിറ്റലല്ലേ, അതിന്റെ ഭാഗത്തുണ്ടോ. മട്ടാഞ്ചേരി ഇതാണ് ഫേമസ്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് കൂടെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റ് സാധനം കണ്ടോ. അപ്പോൾ നേരെ ബിരിയാണി എടുക്കുക. അതിലേക്ക് ഇത് മറ്റേ ഈന്തപ്പഴവും ഇതും കൂടെ ഉള്ളത് ചമ്മന്തിയാണ്. രണ്ടും കൂടി ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് കുഴച്ച് നോക്കൂ. സെറ്റ് അടിപൊളി.
ആ അപ്പൊ ഞങ്ങ കായ്സിന്റെ കടയിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങ പുറത്തേക്ക് ഇറങ്ങി. അപ്പോ ഞങ്ങ ഇനി കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോണം. എന്നിട്ട് നേരെ ഒന്ന് വീട്ടിലേക്ക് പോണം. അത്രേ ഉള്ളൂ. കായ്സിന്റെ ഹോട്ടലിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ ഫോൺ ഇപ്പൊ കാണിച്ചു തരുന്നുണ്ട്. ഒരു കുഞ്ഞു കടയാണ് സത്യം പറഞ്ഞാല്. അങ്ങനെ വലുതായിട്ടുള്ളതൊന്നും ഇല്ല. അതുമല്ല ചെറിയ റോഡുമാണ്, ഭയങ്കര തിരക്കാണ്, വണ്ടിയൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം. സാധാരണ ഇത്രയും എന്താ പറയാ കസേരയൊന്നും ഉണ്ടാകാറില്ല ഇരിക്കാനായിട്ട്. അപ്പൊ നല്ല കുറേ കസേരയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടേക്കണ പോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ കഴിച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോണേണ്. ഓക്കെ.